ഇവിടെ ഒരാൾ കത്താൾ വെച്ച് വെട്ടി ഓടിക്കുന്ന ഉടുപ്പ് കണ്ടാൽ തോന്നുന്നു 100 ഇഞ്ച് വലിപ്പമുള്ള മഹാഗണിയാണെന്ന്. ചുള്ളിക്കമ്പ് അതാണ്. ആരെന്ത് ജോലി ചെയ്താലും സഹായത്തിന് വേണ്ട ഇയാളുണ്ടാവും. പണി ചെയ്യുന്നവർക്കിട്ട് മുട്ടം പണി എങ്ങനെ കൊടുക്കാന്നും പറഞ്ഞ് ചിന്തിച്ചുകൊണ്ട് ദേണ്ട ശീതൂട്ടി ഇവിടെയൊക്കെ ഓടി നടപ്പുണ്ടേ. മയിലുകളെല്ലാം കൂടെ രാവിലെ വന്ന് അരി കഴിക്കുന്നുണ്ടേ. പെട്ടെന്ന് കഴിച്ചുകൊണ്ട് എന്റെ അടുക്കളയിൽ കയറി മുട്ട എടുത്ത് പോയി. എനിക്ക് ഓംലെറ്റ് ഉണ്ടായി കഴിക്കാനുള്ളതാണ്. അതാണ്ടടാ കഴിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്. ഇന്നൊരു കല്യാണം ഉണ്ട്. അപ്പൊ പിന്നെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാല്ല ഈ എല്ലാ എണ്ണം കൂടെ കെട്ടിയൊരുങ്ങി പോണത് എങ്ങോട്ടാണെന്ന്. ഒരു കല്യാണം ഉണ്ട് കേട്ടോ, അവിടേക്ക് പോവാണേ. ശീതൂട്ടിക്ക് പിന്നെ ഡ്രസ്സ് മാറി കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊന്നും വലിയ താല്പര്യമില്ല. കല്യാണം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും പോലെ ടൂറിസ്റ്റ് ബസ്സിൽ കയറി മണിക്കൂറുകളോളം യാത്രയൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ വീടിന്റെ തൊട്ട് താഴെയാണേ. ഇന്ന് റിസപ്ഷൻ ആണേ, നാളെയാണ് മാരേജ്. അപ്പൊ നമ്മള് ഈ വയലിൽ കൂടെയും പറമ്പിലൂടെയൊക്കെ ഇങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ 1 വർഷത്തിന് ശേഷമാണ് ഞാൻ ഒരു കല്യാണത്തിന് പോകുന്നത്. നമ്മൾ ഈ നടന്നു പോകുന്ന വഴിയുടെ 2 സൈഡിലും റബ്ബറും വാഴയും കമുകും അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട്. ചീതൂട്ടി നടന്നു തുടങ്ങിയോണ്ട് ഇപ്പൊ നമ്മൾ ഫ്രീ ആണ് കേട്ടോ. അവളെ എവിടേക്ക് നടന്നങ്ങ് പൊയ്ക്കോളും. വേണ്ട അങ്ങ് ദൂരെ കുറെ ലൈറ്റുകൾ നിറഞ്ഞു കിടക്കുന്നുണ്ട്. അതാണ് കല്യാണത്തിന്റെ വീട്. ഒരുപാട് ആളും തിരക്കും ബഹളമൊന്നും ഇല്ലാത്തൊരു കുഞ്ഞു റിസപ്ഷൻ. മണവാട്ടിക്കും കൂട്ടുകാരികൾക്കും ഒക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് അവിടെയാണ് ചെയറൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിനിടയ്ക്കും നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേരെ കണ്ടു. അവര് നമ്മളോട് വന്ന് സുഖവരൊക്കെ തിരക്കി. ഭയങ്കര സന്തോഷമുണ്ട്. വേണ്ട ഈ മുത്തുമണീസ് എല്ലാം നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ. അവർ ഓടി വന്ന് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കാൻ പറയുകയൊക്കെ ചെയ്തു കേട്ടോ. ഇനി പോകുന്നത് നമ്മുടെ പ്രധാന ഐറ്റത്തിലേക്കാണ് ഫുഡ് അടി. ഐറ്റംസ് ഒരുപാടുണ്ടെങ്കിലും ശീതൂട്ടിക്ക് പഴം മാത്രം മതി. മോൻ പൊറോട്ടയും ബീഫും, ഞാനും അമ്മയും പത്തിരിയും ബീഫും കഴിച്ചേ. എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോ പാതിരാത്രിയായി. ഇനി ഇവിടുന്ന് തപ്പിത്തടഞ്ഞ് തോട്ടിലൊന്നും വീഴാതെ വീട്ടിലെത്തിയാൽ മതിയായിരുന്നു.